നമസ്കാരം. പുതിയ വിശേഷങ്ങളിലേക്ക്. വളരെ മോശം. ബിഗ് ബോസിൻ്റെ വാക്കുകൾക്ക് യാതൊരു മാന്യതയും നൽകാതെ വീണ്ടും അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുകയാണ് അക്ബർ ചെയ്തിരിക്കുന്നത്. നിവിൻ ഇറങ്ങിപ്പോയത് അനുമോളുടെ കുറ്റം കൊണ്ടൊന്നുമല്ല. രാവിലെ നമ്മൾ കണ്ടിട്ടുണ്ട് ജിസയിലും അനുമോളും തമ്മിലുള്ള പ്രശ്നം. അതിൽ നിവിന് ഇടപെട്ടു. നിവിൻ പറഞ്ഞ വാക്കുകൾ ഉയർത്തിക്കാട്ടി ആദിലയും നൂറയും നിവിനെ പ്രകോപിതനാക്കിയപ്പോൾ നിവിൻ ഇറങ്ങിപ്പോയി. അതാണ് സത്യം. നിവിൻ ഇറങ്ങിപ്പോയതിന് കാരണക്കാരി അനുമോളാണെന്നും പറഞ്ഞ് ഒരു പെണ്ണെന്ന പരിഗണന പോലും കൊടുക്കാതെ അപ്പാനി ശരത്തും അക്ബറും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അക്ബർ നേരത്തെ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്നാലും കൊള്ളാം. ഇന്ന് അനുമോളെ അക്ബർ വിളിച്ച വാക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു വാക്കാണ്. ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അപ്പാനി ശരത്തും അക്ബറും കൂടെ അനുവിനോട് കാണിച്ചത് തെറ്റാണ്, വ്യക്തിഹത്യയാണ്. ഒരു പെണ്ണെന്ന പരിഗണന പോലും കൊടുക്കാതെ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പെണ്ണായ റെന പോലും അനുവിനെ പട്ടി എന്നും മറ്റും വിളിച്ച് അപമാനിച്ചു. ഒപ്പം ബിന്നിയും കൂടെ കൂടിയിരുന്നു കേട്ടോ. മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന മത്സരാർത്ഥികൾക്കെതിരെ തീർച്ചയായും ബിഗ് ബോസ് നടപടിയെടുക്കണം. നിവിൻ പോയത് ആതിര നൂറ പ്രശ്നത്തിൻ്റെ പിറകെയാണെന്ന് നമ്മൾ ലൈവിലും അല്ലാതെയും കണ്ടിട്ടുണ്ടല്ലോ. ആദില നൂറ അനുവിൻ്റെ നിഴലാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. മാത്രമല്ല കുറച്ച് ദിവസമായിട്ട് കുറച്ചു പേർ ചേർന്ന് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കൺഫെഷൻ റൂമിലിരുന്ന് അനുമോൾ ഇതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടുമുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. ഇതൊരു ഗെയിം ഷോ ആണ്. എങ്കിലും ലക്ഷങ്ങൾ കാണുന്ന ഇത്തരം ഷോയിൽ അസഭ്യമായ ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിനെ തടയേണ്ട ഉത്തരവാദിത്തം തീർച്ചയായും ഷോ സംഘാടകർക്ക് തന്നെയാണ്. ഓർക്കുന്നില്ലേ, സെപ്റ്റിക് ടാങ്ക് വിഷയം വന്നപ്പോൾ ലാലേട്ടനോട് അക്ബർ പറഞ്ഞത് ഇനി ഒരിക്കലും ഇങ്ങനത്തെ പദങ്ങൾ ഞാൻ ഉപയോഗിക്കില്ലെന്ന്. ഇപ്പോൾ ലാലേട്ടനും ഷോ സംഘാടകരും ആരായി? മാത്രമല്ല കൺഫെഷൻ റൂമിലിരുന്ന് അക്ബറിനോട് ഉമ്മ പറയുന്നുണ്ടായിരുന്നു, വീട്ടിലേതുപോലെ തന്നെ നീ അവിടെയും പെരുമാറണം എന്ന്. ഇതാണോ അക്ബറിൻ്റെ വീട്ടിലെ പഠിപ്പ്? തീർച്ചയായും അക്ബർ അനുമോളോട് കാണിച്ചത് തെറ്റ് തന്നെയാണ്.